ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നൊരു ഫിഷ് കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കിളിമീനാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ മുളക് കറിയാണ് വെക്കുന്നത്. അപ്പം നമ്മളൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഉലുവായിട്ട് പൊട്ടിച്ചെടുക്കണേ. ഉലുവയെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണേ. അപ്പോൾ ചെറിയ കിളിമീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ചെറുതായതുകൊണ്ട് അത്ര ടേസ്റ്റ് കാണാൻ വഴിയില്ല എന്ന്. പക്ഷേങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പം നല്ല തിക്കായിട്ടുള്ളൊരു കറി തന്നെ നമുക്ക് കിട്ടി. അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ ഇതെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുടംപുളിയും കൂടെ വെള്ളത്തിലിട്ടത് എടുത്തിടുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ട്. നമുക്ക് വേണ്ടത്ര ചാറിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒത്തിരി ചാറ് ഒഴിക്കുന്നില്ല. എനിക്കൊരു തിക്കായിട്ടുള്ളൊരു കറിയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നമുക്കിതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നേ. അപ്പം നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. മസാലയെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ ഈ കറിക്ക് വേണ്ട ചാറെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. നമ്മൾ വൃത്തിയാക്കി വെച്ച മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കണം. ഈ ചാറൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്നത് വരെ മീൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ മീനിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇളക്കണ്ട. കാരണം ചെറിയ മീൻ തന്നെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് പൊടിഞ്ഞു പോവേ. അപ്പം നമ്മൾ ഒന്ന് സൈഡ് കൂട്ടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മറ്റ് മീനുകൾ ഇളക്കുന്ന പോലെ ഇളക്കിയാൽ ഇത് ഫുൾ പൊടിഞ്ഞു പോകും. അപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് ഇവിടെ സെറ്റായി വരുന്നുണ്ടേ. അപ്പം നമ്മുടെ മീൻകറിയുടെ ലാസ്റ്റ് പരുവമാണിത്. നല്ല അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. അടിപൊളിയായിരിക്കും.